അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MDRD മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചരിത്രത്തിൽ യുദ്ധങ്ങളും പോരാട്ടങ്ങളും വിരളമല്ല. ഗോത്രം, വർഗം, രാഷ്ട്രം, മതം എന്നിവയുടെ പേരിൽ അരങ്ങേറിയ കലാപങ്ങളും യുദ്ധങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തുക അസാധ്യം തന്നെയാണ്. മനുഷ്യവർഗത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം മുഴുവനും സംഘട്ടനത്തിൻ്റേതാണെന്ന് സിദ്ധാന്തിച്ചവർ പോലും ഇവിടെയുണ്ട്. ചരിത്രത്തിലെ ഈ എണ്ണമറ്റ യുദ്ധങ്ങൾക്കിടയിൽ കേവലം 1400-ൽ താഴെയുള്ള വ്യക്തികൾ നടത്തിയ ഒരു പോരാട്ടത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാകില്ല. എന്നിട്ടും AD 624 ജനുവരിയിൽ നടന്ന ബദർ യുദ്ധം ചരിത്രത്തിൽ ഏറെ കൗതുകവും ആശ്ചര്യവും സൃഷ്ടിക്കുകയും നിരന്തരം സ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. ചില വേറിട്ട മൂല്യങ്ങളും സവിശേഷതകളും ബദറിലെ സംഘട്ടനത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണിത് അറിയിക്കുന്നത്. ബദർ യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും വീഡിയോ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ശത്രുപീഡനം സഹിക്കാനാവാതെ പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ അവരുടെ സർവ്വ സമ്പാദ്യങ്ങളും മക്കയിൽ ഇട്ടേച്ചു പോവുകയായിരുന്നു. ഈ സമ്പാദ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത ഖുറൈശികൾ അത് മൂലധനമാക്കി ഒരു യുദ്ധ ഫണ്ട് രൂപീകരിക്കുകയും പ്രസ്തുത മൂലധനം വ്യാപാരത്തിനുപയോഗിച്ച് വളർത്തി മുസ്ലിങ്ങളെ ശക്തമായി അടിച്ചമർത്താൻ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ സമ്പാദ്യം മുതലിറക്കി ആ ലാഭം ഉപയോഗിച്ച് അവരെ തന്നെ നശിപ്പിക്കാനുള്ള ശത്രു തീരുമാനം സത്യവിശ്വാസികൾക്ക് സഹിക്കാവുന്നതിലുമപ്പുറമായിരുന്നു. ശത്രുവിൻ്റെ ഈ ഗൂഢനീക്കം തടയാൻ ഒരു മാർഗമേ മുസ്ലിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. മദീന വഴി സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളെ തടയുക എന്നതായിരുന്നു അത്. കിട്ടാവുന്നിടത്തോളം തങ്ങളുടെ സമ്പാദ്യം തിരിച്ചു വാങ്ങുക. സിറിയയുമായുള്ള വ്യാപാരബന്ധം ഖുറൈശി ജീവിതത്തിൻ്റെ മുഖ്യ ആശ്രയമായിരുന്നു. മദീന വഴി കടന്നുപോകുന്ന വ്യാപാര സംഘത്തെ തടഞ്ഞുവെച്ചാൽ തങ്ങളുടെ ജീവിതമാർഗം ഓർത്തുകൊണ്ടെങ്കിലും മുസ്ലിങ്ങളുമായി സന്ധി ചെയ്യാനും അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനും ഖുറൈശികൾ തയ്യാറാകുമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെയാണ് ഖുറൈശികളുടെ കച്ചവടമാർഗം തടസ്സപ്പെടുത്താനും കിട്ടാവുന്നത്ര ധനം തിരിച്ചുപിടിക്കാനും മുസ്ലിങ്ങൾ തയ്യാറായത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ട ഖുറൈശി സംഘത്തെ തടയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ മദീനയുടെ അതിർത്തി പ്രദേശത്തേക്ക് നീങ്ങിയതറിഞ്ഞ് ശത്രുക്കൾ വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെടുകയാണുണ്ടായത്. പക്ഷേ ഖുറൈശി ദൂതൻ മക്കയിൽ ചെന്ന് തെറ്റായ സന്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറൈശികൾ സർവായുദ്ധ സജ്ജരായി മദീനയെയും പ്രവാചകനെയും ആക്രമിക്കാൻ ബദറിൽ എത്തിച്ചേർന്നതോടെയാണ് ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നത്. ഹിജറ 2-ാം വർഷം റമളാൻ 4-ന് ഭരണം അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂമിനെ ഏൽപ്പിച്ച് മദീന വിടുമ്പോൾ പ്രവാചകൻ ലക്ഷ്യം വെച്ചത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടഞ്ഞ് ഖുറൈശികളെ മുസ്ലിങ്ങളുമായി സന്ധി ചെയ്യാൻ നിർബന്ധിക്കുക എന്നത് മാത്രമായിരുന്നു. ഒരു യുദ്ധം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുള്ള തയ്യാറെടുപ്പും നടത്തിയിരുന്നുമില്ല. വെറും 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമായിരുന്നു അവരുടെ യാത്രാ സാമഗ്രികൾ. പലപ്പോഴും ഊഴം വെച്ചാണ് അവരുടെ യാത്ര. മറുഭാഗമാകട്ടെ സർവസന്നാഹങ്ങളുമായാണ് എത്തിയിട്ടുള്ളത്. 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ എന്നിങ്ങനെ തുടരുന്നു. മുസ്ലിങ്ങൾ സംഘട്ടനം വേണ്ടെന്ന് വെച്ച് മദീനയിലേക്ക് പിന്മാറുകയാണെങ്കിൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയോ തങ്ങളുടെ അതിശയത്വവും മേൽക്കോയ്മയും വീണ്ടും ശക്തിപ്പെടുത്തുകയോ ആയിരുന്നു ഖുറൈശികളുടെ പ്ലാൻ.
അതുകൊണ്ട് തന്നെ ബദറിൽ ഒരു ചെറുത്തുനിൽപ്പ് അനിവാര്യമായി. മുൻകൂട്ടി ഒരു യുദ്ധത്തിനുള്ള ശക്തമായ തയ്യാറെടുപ്പ് നടത്തിയതുകൊണ്ട് വിശ്വാസികളിൽ തന്നെ ചിലർക്ക് യുദ്ധം വേണമോ എന്നതിൽ ചാഞ്ചാട്ടമുണ്ടായിരുന്നു. പക്ഷേ ഉറച്ചു നിൽക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും ലഭിച്ചപ്പോൾ അവരും ശക്തമായി മുന്നിട്ടിറങ്ങി. പ്രവാചകന്റെ പ്രാർത്ഥനാ വചനങ്ങൾ മുസ്ലിങ്ങൾക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകി. അങ്ങനെ അവർ ബദറിലേക്ക് പുറപ്പെട്ടു. ഗോത്രഗർവിന്റെ അധിനിവേശ മന്ത്രങ്ങളാണ് ഖുറൈശികൾ ബദറിൽ മുഴക്കിയത്. യുദ്ധത്തിന്റെ പ്രഥമ റൗണ്ടിൽ രംഗത്തു വന്ന ഉത്തുബത്തും ഷൈബത്തും വലീദും തങ്ങളെ നേരിടാനെത്തിയ അൻസ്വാറുകളോട് വർഗമേന്മയുടെ മേലാള സ്വഭാവമാണ് കാണിച്ചത്. മദീനയിലെ ദുർബല അസ്ഥികൂടങ്ങളെയല്ല ഞങ്ങൾക്കാവശ്യം, ഖുറൈശി തറവാട്ടിൽ ജനിച്ച ആൺകുട്ടികളെയാണ് എന്ന വെല്ലുവിളിക്ക് ഹംസ റളിയല്ലാഹു അൻഹയെയും അലി റളിയല്ലാഹു അൻഹയെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹയെയും അയച്ചുകൊണ്ട് പ്രവാചകൻ നൽകിയ മറുപടിയിൽ നിന്നാരംഭിക്കുന്നു അസത്യത്തിനേറ്റ തിരിച്ചടി. പിന്നീട് ബദറിൽ സംഭവിച്ചത് അത്ഭുതമായിരുന്നു. ചരിത്രത്തിന്റെ ഭൗതിക വ്യാഖ്യാനത്തിലൂടെ വ്യക്തമാക്കാനാവാത്ത മഹാത്ഭുതം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഈമാനികാവേശത്തിന് മുന്നിൽ തമസിന്റെ ഉപാസകർ പിന്തിരിഞ്ഞോടിയപ്പോൾ അവിടെ ബാക്കിയായത് അസഹിഷ്ണുതയുടെ നാറിയ മനസ്സും പേറി നടന്ന 70 ജനങ്ങളായിരുന്നു. ഇല്ലായ്മയുടെ രോദനം മാത്രം അവശേഷിക്കുന്ന 313 പേർ സർവസന്നാഹങ്ങളുമായുള്ള ആയിരങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ട് മാത്രമായിരുന്നു. പിന്നീടുണ്ടായ പല യുദ്ധങ്ങൾക്കും ഇല്ലാതിരുന്ന സവിശേഷത ബദറിനുണ്ടായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള സഹായം അവിടെയുണ്ടായത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇഖ്ലാസ് ബദർ പടക്കളത്തിൽ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട്. സത്യമതത്തിൻ്റെ സംരക്ഷണമല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ജീവിതത്തെ സ്നേഹിക്കുന്നവർക്ക് മുമ്പിൽ മരണത്തെ പേടിക്കാത്തവരുടെ ആത്മാർത്ഥതയാണ് ബദറിൽ കാണുന്നത്. മുസ്ലിങ്ങളുടെ ചലന നിശ്ചലങ്ങളിലെല്ലാം ഇഖ്ലാസ് പ്രകടമായിരുന്നു. ആവേശം മൂത്ത മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മൂസ അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ നീയും നിന്റെ ദൈവവും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് ഒരിക്കലും ഈ സ്വഹാബികൾ പറയില്ല പ്രവാചക എന്ന് പറഞ്ഞ് ആനന്ദം പൊഴിക്കുമ്പോൾ ഈ ഇഖ്ലാസാണ് നാം കാണുന്നത്. അലറി വിളിക്കുന്ന തിരമാലകൾക്ക് ആഞ്ഞടിക്കുന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ പോലും അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിക്കും പ്രവാചക എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ചരിത്രകാരൻ ഒപ്പിയെടുത്തപ്പോഴും നാം ഈ ഇഖ്ലാസ് തന്നെയാണ് കാണുന്നത്. പിൽക്കാല യുദ്ധങ്ങളിലെല്ലാം മുസ്ലിം പോരാളികൾക്ക് സമരാർജിത സമ്പത്തിനെ കുറിച്ചും ഗനീമത്തിനെ കുറിച്ചും ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ബദറിൽ അതൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ശത്രു പിന്തിരിഞ്ഞോടുന്ന നിമിഷം വരെ അല്ലാഹുവും റസൂലുമല്ലാതെ സർവ്വതിനെയും അവർ മറന്നിരുന്നു. യുദ്ധാനന്തരം ഗനീമത്ത് മുതലിനെ കുറിച്ചുണ്ടായ ചർച്ചയും തുടർന്ന് അവതരിച്ച ഖുർആനിക വചനവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മുമ്പ് അത്തരമൊരു ചിന്ത ബദരീങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. തുല്യതയില്ലാത്ത ഈ ആത്മാർത്ഥതയാണ് ദൈവിക സഹായത്തിന് വരെ അർഹരാക്കിയ പ്രധാന ഘടകങ്ങളിലൊന്ന്. മുസ്ലിങ്ങൾ അവരുടെ ഐക്യവും ബോധവും സഹോദര്യ ബന്ധവും ബദറിൽ ശരിക്കും വിനിയോഗിച്ചു. ഇസ്ലാമിക ബന്ധത്തിൻ്റെ നൂലിൽ മാത്രം കോർത്തിണക്കപ്പെട്ട മുഹാജിറുകളും അൻസാറുകളും ദേശീയ ബോധവും പ്രാദേശിക ബന്ധവും പൂർണ്ണമായും മാറ്റി നിർത്തി ആദർശം മാത്രം മുന്നിൽ കണ്ട് മറുചേരിയിൽ നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുപോലും സൃഷ്ടാവിനോടുള്ള ബന്ധത്തിനവർ ആദരവ് കൽപ്പിച്ചു. വിശ്വാസ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം കവർന്നെടുക്കാൻ രക്തബന്ധത്തിലെ പിതാവും സഹോദരനുമെല്ലാം ശ്രമിച്ചപ്പോൾ
സ്വന്തം പിതാവും സഹോദരനും നേതാവുമെല്ലാമായി അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കണ്ടത്. ആ പിതാവിനെതിരെ വാളെടുക്കുന്നവന്റെ രക്തത്തിലെ നിറം നോക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുക്ക് പിതാവായ ജറാഹിനെതിരെ വാളെടുക്കേണ്ടി വന്നത്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുക്ക് പിതാവായ ഉത്ബയുടെ ജഡം യുദ്ധക്കളത്തിൽ കണ്ടപ്പോൾ ദുഃഖം തോന്നാതിരുന്നത്. ആദർശം അവരിൽ സൃഷ്ടിച്ച ബന്ധങ്ങളുടെ പുനർവിചാരണ കൊണ്ടായിരുന്നു അത്. രക്തബന്ധത്തിന് പവിത്രത കൽപ്പിച്ച മതത്തിൽ വിശ്വസിക്കുന്നവരെ മറുനാട്ടിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് സ്വന്തക്കാർ വാശി പിടിച്ചാൽ ആ സ്വന്തം എന്ന പ്രയോഗം തന്നെ അസ്ഥാനത്താകുന്നു. ജറാഹിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പലവട്ടം ശ്രമിച്ചതും ഉത്ബക്ക് അല്ലാഹു നേർമാർഗം നൽകിയില്ലല്ലോ എന്ന് അബൂ ഹുദൈഫ ദുഃഖിച്ചതും ആദർശം രക്തബന്ധത്തെ പാടെ മറക്കാനല്ല, കഴിയുന്നതും പരിഗണിക്കാനാണ് പഠിപ്പിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബദർ എന്നത് ചരിത്രത്തിൽ അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു പോരാട്ടമായിരുന്നു. ഗോത്രഗർവിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് എതിരാളിയെ നിലം പരിശാക്കി എക്കാലത്തും വർഗമേന്മയുടെ കൊടി പാറിക്കണമെന്ന ചിന്തക്ക് ഒരു തിരിച്ചടി ആവശ്യമായിരുന്നു. തൗഹീദും ശിർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിലുപരി നിരവധി രാഷ്ട്രീയ മൂല്യങ്ങൾ ബദറിൽ നിരത്തുന്നുണ്ട്. സത്യമെന്നത് ബോധ്യപ്പെട്ടത് വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു സമൂഹത്തിന്റെ അവകാശത്തെ ഇല്ലാതെയാക്കാനുമുള്ള ശ്രമമാണ് പ്രവാചകത്വത്തിന്റെ പ്രഥമ കാലത്തെ 15 ആണ്ടുകളിൽ അറേബ്യയിൽ നടന്നത്. കുലമഹിമയുടെ ധാർഷ്ട്യത്തിൽ സർവരെയും ചൂഷണം ചെയ്ത് അശ്രിതരാക്കി നിർത്താനുള്ള കുടില തന്ത്രത്തെയാണ് 360 വിഗ്രഹങ്ങൾ സൂചിപ്പിച്ചത്. അതില്ലാതെയാക്കി എല്ലാവരും ഒരുപോലെയാണെന്നും ചൂഷണത്തിന്റെ കുമിളകൾക്ക് ആയുസ്സില്ലെന്നും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ബദർ രണാങ്കണം. അതിരുകടന്ന അക്രമം ആരും പൊറുക്കില്ലെന്ന സത്യം കണ്ണു തുറന്ന് കാണാൻ അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു പ്രസ്തുത പോരാട്ടം. ഒട്ടകത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത് നേരിന്റെ കണ്ണും കാതും കൽബും നഷ്ടപ്പെട്ട അറബികൾക്ക് മുന്നിൽ കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള കവാടമാണ് ബദർ തുറന്നു കൊടുത്തത്. നിങ്ങളോട് പോരാടുന്നവരോട് നിങ്ങൾ പോരാടുക, പരിധി വിട്ട് പ്രവർത്തിക്കരുത്, പരിധി വിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന വിശുദ്ധ കൽപ്പന അനുസരിച്ചുള്ള മുസ്ലിങ്ങളുടെ നീക്കം അന്ധത ബാധിച്ചവരുടെ പരന്ന യുദ്ധമല്ല, സത്യത്തിനു വേണ്ടിയുള്ള വിശുദ്ധ സമരമാണ്. കാലം ആവശ്യപ്പെടുന്നതെന്ന പുതിയ പാഠം ആ യുദ്ധപ്രേമികളെ പഠിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി നൽകിയത് ബദറാണ്. വംശീയ മേന്മയുടെ ധാർഷ്ട്യം കാണിച്ച ജൂതന്മാർ മദീനയിലെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത കരാറു പോലും മാനിക്കാതെ ഖുറൈശികളുമായി കൈകോർക്കാൻ ശ്രമിച്ച വേളയിലാണ് ബദർ സംഭവിക്കുന്നത്. അവിടെ പരാജയപ്പെട്ടാൽ മദീനയിൽ നിന്ന് സത്യത്തെ തുരത്തിയോടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ആ സ്ഥാനം നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമായി നശിക്കുമെന്നും മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെയും സഹായത്തോടെ ഇസ്ലാമിനെ നശിപ്പിക്കാമെന്നുമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഈ പദ്ധതിയാണ് ബദറിന്റെ വിജയത്തോടെ പാളിപ്പോയത്. ഖുറൈശികളുടെ ജഡത്തോടൊപ്പം ബദറിലെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട ഇസ്ലാമിനെതിരെയുള്ള ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. റമളാൻ 17 വിജയാഘോഷത്തിൽ എല്ലാം മതിമറന്നവരുടെ ചിത്രമല്ല ബദർ നൽകുന്നത്. പോരാട്ടത്തിന്റെ പരിധി വിടരുതെന്ന ഖുർആനിക നിർദ്ദേശം പരാജയപ്പെട്ടവർക്ക് നേരെ വീണ്ടും വാളുയർത്താൻ മുസ്ലിങ്ങളെ അനുവദിച്ചില്ല. ഇസ്ലാമിനെ തകർക്കാൻ സർവ്വ കഴിവും വിനിയോഗിച്ചവർ തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ തലവെട്ടണമെന്ന സ്വഹാബികൾ പലരും പറഞ്ഞ്. പക്ഷേ ബദറിന്റെ ലക്ഷ്യം രക്തമല്ല, ധർമ്മ സംസ്ഥാപനമാണെന്ന പ്രവാചക നിലപാട് അതിരുവിടുന്ന ആവേശത്തെ തടയിട്ടു. തടവുകാരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ച തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാധിക്കാത്തവരോട് മദീനയുടെ മക്കൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാനാണ് കൽപ്പിച്ചത്.
സ്വന്തം പിതൃവ്യൻ അബ്ബാസും പുത്രനും തടവുകാരിൽപ്പെട്ടപ്പോൾ പോലും മോചനദ്രവ്യം വാങ്ങുന്നിടത്ത് വിവേചനം കാണിക്കാൻ തയ്യാറാകാത്ത നീതിയുടെ നേതാവിനെയാണ് ബദർ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ബദറിന് ഉന്നതമായ ഒരു ആത്മീയ മൂല്യമുണ്ട്. ബദറിലേക്ക് നടന്നു നീങ്ങിയത് വെറുമൊരു ആൾക്കൂട്ടമായിരുന്നില്ല. നുബൂവത്തിന്റെ വിശുദ്ധ ജലം കൊണ്ട് തസ്കിയത്ത് ചെയ്യപ്പെട്ട സമൂഹമാണ് ബദരീങ്ങൾ. അള്ളാഹു എന്ന ലക്ഷ്യത്തിനപ്പുറം മറ്റൊന്നുമില്ലാത്തവർ. 313 മിക്ക പേരും അള്ളാഹുവിലേക്ക് ഹിജറ ചെയ്ത് സർവമാലിന്യങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധമാക്കിയവരാണ്. അവരിൽ പലരും ദാറുൽ അർഖമിന്റെ ഭിത്തികൾക്കിടയിലും ഷുഅബ് അബി ത്വാലിബിലെ മരച്ചില്ലുകൾക്ക് താഴെയും കിടന്ന് ആത്മാവിന് പരിശീലനം നൽകിയവരാണ്. നബിയോടുള്ള സഹവാസം അവരുടെ കൽബുകളിൽ വെളിച്ചം നിറച്ചു. ആ വെളിച്ചത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ ആയിരങ്ങളായിട്ടും അവരെ കുറവായി സ്വഹാബികൾ കണ്ടു. ഇരുട്ട് ദിശ മാറിയപ്പോൾ മുസ്ലിം സേന തങ്ങളുടെ ഇരട്ടിയുണ്ടെന്ന് മുശ്രിക്കുകൾക്ക് തോന്നി. ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് ശരീരവും സമ്പത്തും ആത്മാവും നൽകിയ ബദറിലേക്ക് വന്നവരെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ പറഞ്ഞയച്ചതും നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കുകളെ അയച്ച് സഹായിക്കുന്നത് പോരെ നിങ്ങൾക്ക് എന്ന് പ്രവാചകൻ സുവിശേഷം അറിയിച്ചതും ബദരീങ്ങളുടെ ആത്മാവിനുള്ള അംഗീകാരമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ അഭൗതിക മാർഗത്തിലൂടെ ശക്തിയും സഹായവും നൽകുമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ബദറിലെ മലക്കുകളുടെ സാന്നിധ്യം. ഇസ്ലാമിൻ്റെ പിൽക്കാല വിജയങ്ങളുടെയെല്ലാം അടിത്തറ പാകിയത് ബദറായിരുന്നു. ഇസ്ലാമിനു നേരെ അധിനിവേശത്തിൻ്റെ കൂർത്ത നഖങ്ങളുമായി വന്നവരെ ചെറുത്തു തോൽപ്പിക്കാൻ അതൊന്നും മുസ്ലിങ്ങൾക്ക് ആവേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ബദറിന്റെ പേരിൽ മുസ്ലിം യുവതയിൽ അനാവശ്യമായ ആവേശം സൃഷ്ടിക്കാനുള്ള പുതിയ ശ്രമങ്ങൾ നാം കാണാതിരുന്നുകൂടാ. നിരപരാധികൾക്കു നേരെയുള്ള അക്രമങ്ങൾക്കും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ആയുധാഭ്യാസങ്ങൾക്കും ബദറിനെ മറയാക്കുന്നത് ബദരീങ്ങളെ നിന്ദിക്കലാണ്. ആത്മാവും ആത്മീയതയുമില്ലാത്ത വെറും ആൾക്കൂട്ടമായിരുന്നില്ലല്ലോ അവർ. ഭൂരിപക്ഷത്തിനുമേൽ ന്യൂനപക്ഷം വിജയം നേടി എന്ന് പറഞ്ഞ് ഖൗമിനെ തിരിപ്പിച്ച് ബോംബ് പൊട്ടിക്കാൻ പറഞ്ഞയക്കുന്നവർ ബദറിന്റെ ചൈതന്യം തിരിച്ചറിയാത്തവരാണ്. ബദരീങ്ങൾക്ക് വെളിച്ചം പകരാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അസാധാരണ നേതാവും ആത്മവിശ്വാസം നൽകാൻ ആയിരക്കണക്കിന് മലക്കുകളും ബദറിൽ ഉണ്ടായിരുന്നതിന് ഖുർആൻ സാക്ഷി നിൽക്കുന്നു. പക്വമായ നേതൃത്വമോ സ്വന്തമായ ആദർശമോ ഇല്ലാത്ത വെറും വികാര തിളച്ചിലിൽ തുള്ളുന്ന ആൾക്കൂട്ടത്തെ നിയമം കയ്യിലെടുത്ത് ബദറുണ്ടാക്കാൻ വിടുന്നവർ എത്ര മലക്കുകളെയാണവോ പ്രതീക്ഷിക്കുന്നത്. ബദറും ബദരീങ്ങളും എന്നും മുസ്ലിങ്ങൾക്ക് ശരണവും സിദ്ധാന്തവുമാണ്. അതൊരിക്കലും ചൂഷണത്തിന് രേഖയോ അനീതിക്ക് ന്യായമോ അല്ല. ബദർ ചരിത്രത്തെക്കുറിച്ച് ഇത്രമാത്രമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.